ദുരന്തർ പാർട്ട് 2. ശരിക്കും ഈ സിനിമ ഒരു BJP അജണ്ട സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും BJP അജണ്ട സിനിമയാണെന്ന് പറയില്ല. കാരണം ഈ സിനിമ എനിക്ക് ഒരുപാട് അറിവുകൾ, ഒരുപാട് മികച്ച അറിവുകൾ തന്നൊരു സിനിമയാണ് ഈ ദുരന്തർ പാർട്ട് 2. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നോട്ട് നിരോധനം, നമ്മളെല്ലാവരും നോട്ട് നിരോധനം കളിയാക്കും. നോട്ട് നിരോധനം നമ്മുടെ രാജ്യത്തിന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, നമ്മുടെ എക്കണോമിയെ തകർത്തു. പക്ഷെ അതിനുള്ള ശരിക്കുള്ള റീസൺ എന്താണെന്ന് നമുക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര നമ്മുടെ രാജ്യം അന്ന് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഇന്റലിജൻസ് ആൾക്കാർ എടുത്ത തീരുമാനം എത്ര കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്, അതിന്റെ പിന്നിൽ എന്തിനാണ് ആ തീരുമാനം എടുത്തതെന്ന് പിന്നിലുള്ള റീസണൊക്കെ ഭയങ്കര നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭയങ്കര അടിപൊളിയായിട്ട് സിനിമയിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവരുടെ സൈഡിൽ നമ്മൾ ചിന്തിക്കാൻ ഈ സിനിമ നമുക്ക് ഒരു അവസരം തരും. ശരിക്കും അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഗുണം. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇതൊരു അജണ്ട സിനിമയേ അല്ല കേട്ടോ, ഇതൊരു അജണ്ട സിനിമയേ അല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് ശരിക്കും. ഈ സിനിമ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭരണത്തെ പറ്റിയിട്ടും നമ്മുടെ ഇന്റലിജൻസിന്റെ വീഴ്ചയെ പറ്റിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടാൽ മതി. എത്രത്തോളം നമ്മുടെ സ്പൈ വർക്കുകളൊക്കെ എത്ര എഫിഷ്യന്റ് ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, നമ്മുടെ രാജ്യം നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൈകളിൽ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള കാര്യങ്ങളെല്ലാം സിനിമ നമ്മളെ വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. അതാണ് ഈ സിനിമയുടെ ഞാൻ കണ്ട ഏറ്റവും വലിയ പോസിറ്റീവ്. അതുകൊണ്ട് ഇതൊരു അജണ്ട സിനിമയേ അല്ല. നിങ്ങൾ അങ്ങനെ ഈ പടത്തെ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു അജണ്ട സിനിമയേ അല്ല. ഇതൊരു നല്ല വളരെ സിൻസിയർ ആയിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തൊരു സിനിമയാണ്. മേ ബി എനിക്ക് തോന്നുന്നത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആ ഒരു രീതിക്കാണ് ഈ സിനിമ. ഇതൊരു അജണ്ട സിനിമ അല്ല കേട്ടോ, ഇതൊരു നല്ലൊരു സിനിമയാണ്. ഇതൊരു ഒരിക്കലും ഒരു അജണ്ട സിനിമയായിട്ട് നിങ്ങൾ കാണരുത്. അങ്ങനെയുള്ള ട്രോളുകളും കമന്റ്സും ഈ സിനിമയെ പറ്റി പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു അജണ്ട സിനിമയേ അല്ല കേട്ടോ. അങ്ങനത്തെ ഒരു സൈഡ് സിനിമയ്ക്ക് ഇല്ല. ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കപ്പുറമായിട്ട് ആസ് ആൻ ആർട്ട് ഫോം ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ദുരന്തർ ഫസ്റ്റും സെക്കൻഡും. കാരണം ഈ സിനിമ, ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സിനിമയുടെ ലെങ്താണ്. സാധാരണ എല്ലാ സിനിമകൾക്കും ലെങ്ത് കൂടി പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു മടുപ്പുളവാക്കാനുള്ള സാധ്യതയുണ്ട് സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ OTT കാണുമ്പോഴൊക്കെ. പക്ഷേ ഈ ഫസ്റ്റ് പാർട്ട് നല്ല ലെങ്ത് ഉണ്ട്, സെക്കൻഡ് പാർട്ടോട് കൂടി ഒരു 8 മണിക്കൂർ അടുത്ത് കാണും ഈ സിനിമയ്ക്ക് ലെങ്ത്. പക്ഷെ ഈ 8 മണിക്കൂർ നമ്മളെ ബോറടിപ്പിക്കാതെ ഇവരിത് എങ്ങനെ ചെയ്തു വെച്ചു എന്നുള്ളത് ശരിക്കും നമുക്കത് എനിക്ക് പറയാം, അതൊരു മാജിക് പോലാണ് എനിക്ക് ഫീൽ ചെയ്ത് തിയേറ്ററിൽ പോയെന്ന് കാണുമ്പോൾ. ഈ ദുരന്തർ സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ ഫസ്റ്റ് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, സെക്കൻഡാണ് തിയേറ്ററിൽ കണ്ടത്. ഫസ്റ്റ് OTT-ലാണ് കണ്ടത്. അപ്പൊ സെക്കൻഡ് കണ്ട സമയത്ത് 4 മണിക്കൂറുണ്ട് ഈ സിനിമ. ഈ 4 മണിക്കൂർ തിയേറ്ററിൽ ഈ പ്രേക്ഷകർ ഈ 4 മണിക്കൂർ കൂടി പക്ഷെ ഹൗസ്ഫുൾ ആയിട്ടുള്ള തിയേറ്ററിൽ 4 മണിക്കൂർ ആൾക്കാരെ ബോറടിപ്പിക്കാതെ, അല്ലെ ആൾക്കാർ തിയേറ്ററിന് ഇടയ്ക്ക് ഇറങ്ങി പോവോ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവുക ഇടയ്ക്ക് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ 4 മണിക്കൂർ ഈ സിനിമ കണ്ടിരുന്നു എന്നുള്ളത് ശരിക്കും എന്നെ സംബന്ധിച്ചോളം ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്കറിയില്ല, ഇവരത് മൊത്തത്തിൽ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട് ഈ സിനിമ. അത് സിനിമയുടെ സ്ക്രീൻ പ്ലേ തൊട്ട് സിനിമയുടെ ഫൈനൽ ഔട്ട് വരെ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ നല്ല പാക്കിലാണ് ഈ സിനിമ. അതായത് എനിക്ക് തോന്നുന്നു ഇതിന്റെ കോർഡിനേഷൻ, അതായത് ഡയറക്ഷൻ സൈഡിൽ നിന്ന് വന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള കോർഡിനേഷൻ കൊണ്ട് മാത്രമാണ് ഈ സിനിമ നമുക്ക് ഒരു ബോറടിക്കാതെ ഈ സിനിമ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്. അതായത് ഈ 8 മണിക്കൂറുള്ള ഒരു കഥയെ എടുത്തിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിച്ചിട്ടാണ് ഈ സിനിമ കഥ പറയുന്നത് നമുക്കറിയാം. അത് ഈ സിനിമ സ്വീകരിച്ച ഏറ്റവും വലിയ, അതായത് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അടുത്ത് എന്താണ് വരാൻ പോകുന്ന എക്സ്പ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു എൻഡാണ്, ഓരോ ചാപ്റ്റർ എൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ സിനിമ ഇത്തരം ബോറടിക്കാതെ കാണിക്കുന്നതിൽ സ്ക്രിപ്റ്റിൽ എടുത്തൊരു തീരുമാനം, ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിക്കാൻ എടുത്തൊരു തീരുമാനം അടിപൊളിയാണ് സിനിമയിൽ. അതാണ് ഒരുപക്ഷെ ഈ സിനിമയുടെ നമുക്ക് ലാഗ് കുറയ്ക്കുന്ന ഒരു കാര്യത്തിൽ മെയിനായിട്ട് നല്ലൊരു പങ്ക് വഹിച്ചത് ഇതാണെന്നാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ ഒരു ക്യാരക്ടർ ഒരു ഇതായിരിക്കും, ഒരു ചാപ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഇൻസിഡന്റ് ഒരു ചാപ്റ്റർ ആയിരിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെയും ആ ഒരു ഇൻസിഡന്റിനെയും പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മടുപ്പുളവാക്കാതെ നല്ല രസമായിട്ട് സ്ക്രീൻ പ്ലേ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് എടുത്തു പറയേണ്ട കാര്യം സിനിമയുടെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു 8 മണിക്കൂർ ഈ സിനിമ, അതായത് 8 മണിക്കൂർ സിനിമ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സിനിമയുടെ ഫുട്ടേജ് എല്ലാം കൂടി ചിലപ്പോൾ ഒരു 10-12 മണിക്കൂർ ഉണ്ടാവും നമ്മൾ കരുതുക. ഈ സാധനത്തിന് ഇത്രയും മണിക്കൂറുള്ളൊരു പരിപാടി ഇനി 8 മണിക്കൂറിലേക്ക് ലാഗ് ഇല്ലാതെ എഡിറ്റ് ചെയ്ത് വെച്ച എഡിറ്റർ പൊളിയാണ്. പുള്ളിയില്ലെങ്കിൽ ഈ പടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു രക്ഷയില്ല. ഇപ്പം ചെറിയൊരു സ്പോയിലറാണ്, നിങ്ങളുടെ ആസ്വാദനത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സിനിമയിൽ നായകൻ പിടിക്കപ്പെടാൻ ഉണ്ടാവുന്ന ഒരു രംഗമുണ്ട്, ഒരു സീനുണ്ട്. ആ സീൻ തൊട്ടിട്ട് പിന്നെ നായകൻ ആ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. അതായത് അവിടെ ചെയ്യേണ്ട ബാക്കി ഓപ്പറേഷൻസ് എല്ലാം കുറച്ച് സ്പീഡിൽ ചെയ്ത് തീർക്കണം. ഇത് സ്ക്രീൻ പ്ലേ ബേസിൽ നമ്മുടെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സിനിമ എത്തിക്കും. ഇവിടെ തൊട്ടിട്ട് സിനിമയുടെ പേസേ മാറും.
ഇവിടെ തൊട്ട് സിനിമയ്ക്ക് സ്പീഡാണ്. അതുവരെ കണ്ടുവന്ന കഥ പറച്ചിൽ രീതിയല്ല. അത് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിൽ കൊണ്ടുവരുന്ന സ്പീഡ്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ മോണ്ടാഷ് ഷോട്ടുകൾ അതെല്ലാം യൂസ് ചെയ്ത് സിനിമ സ്പീഡാക്കുവാണ്. സിനിമയുടെ കട്ടുകളും കാര്യങ്ങളും എല്ലാം അതായത് സിനിമയിൽ ക്യാരക്ടറിന് പെട്ടെന്ന് ഒരുപാട് മിഷൻസ് ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് ആ മിഷൻസ് എല്ലാം സിനിമ അതോടുകൂടി ഫാസ്റ്റ് ആവുകയാണ്, സിനിമയുടെ പേസേ മാറുവാണ്. അതൊക്കെ എഡിറ്റിങ്ങിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു അവർ എക്സിക്യൂഷൻ ലെവലിലുള്ള കാര്യങ്ങൾ. അത് സ്ക്രീൻ പ്ലേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ടെക്നിക്കലി അവർ ആ സാധനം കൊണ്ടുവരുന്നുണ്ട്. എഡിറ്റിംഗ് വൈസ് ഈ സിനിമ അടിപൊളിയാണ്. ഈ സിനിമയിൽ എഡിറ്റർ ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും എടുത്തു വേണ്ട ഒരു യൂണിറ്റ് സിനിമാട്രഫി യൂണിറ്റ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സ്വഭാവം തന്നെ ഒരു കയോസ് ആണ്, സിനിമയുടെ സ്വഭാവം തന്നെ മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഷോട്ടുകളും, അതായത് ഫൈറ്റ് സീനൊക്കെ ഒരു രക്ഷയില്ല. ഫൈറ്റ് സീനിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ പൊന്ന് എന്ത് രസമായിട്ടാണ് പറയുക ഫൈറ്റ് സീനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് നമ്മൾ കണ്ടതാണ് ഓൾറെഡി, സെക്കൻഡിലും അതുപോലെ തന്നെ അതിലും മേലെയാണ് ഫൈറ്റ് സീൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് വയലൻസ് ഉണ്ട്, അതാണ് 18+ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട് സിനിമയിൽ. നമ്മളിപ്പം വേൾഡ് സിനിമയെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നമ്മൾ ഇപ്പോൾ സിനിമാട്രഫിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡ് ഹെൽഡ് ഷോട്ടുകൾ, ആ ഫീൽ നിലനിർത്താൻ വേണ്ടി ഒറ്റ ടേക്കിൽ, അതായത് ക്യാരക്ടറെ ഫോളോ ചെയ്ത് പോകുന്ന ഷോട്ടുകൾ അത് ഹാൻഡ് ഹെൽഡാണ്. ഒരു രക്ഷയില്ല. ക്യാരക്ടേഴ്സിനെ മൂവ്മെന്റ്സിനെ അതുപോലെ നമുക്ക് ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കയോസിനെ അതുപോലെ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് സിനിമാട്രഫി യൂണിറ്റ് അടിപൊളിയായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിനിമയുടെ മ്യൂസിക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ പേസിനനുസരിച്ച് ഈ സിനിമ ഒരുപാട് മിക്സഡ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് ശരിക്കും. അത് സ്ക്രീമർ സൈഡിലേക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സിനിമയിൽ ഒരുപാട് പ്രധാനമായിട്ട് നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ടുള്ള ഈ ആളെ തേടിയാണ് സിനിമ പോകുന്നത്. അപ്പം ഈ സെക്കൻഡിൽ ഒരുപാട് ഇമോഷൻ രംഗങ്ങളുണ്ട്. ഈ ക്യാരക്ടർ അനുഭവിക്കേണ്ടി വരുന്ന ഏകാന്തത, ഈ ക്യാരക്ടർ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലിന്റെ അവസ്ഥ, അദ്ദേഹത്തിന്റെ പാസ്റ്റ്, അദ്ദേഹത്തിന്റെ പ്രസന്റിൽ ഉണ്ടാകുന്ന അയാളുടെ ഇമോഷൻ സൈഡ്സ് എല്ലാം, അതൊക്കെ ഭയങ്കര രസമായിട്ട് സിനിമയുടെ സ്ക്രീൻ പ്ലേ സൈഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു സിനിമ കാണുമ്പം വെറുതെ പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു സാധനമല്ല, സിനിമയുടെ ഡൈനാമിക്സ് നമുക്ക് കാണാൻ പറ്റും. സിനിമയിൽ ഈ കഥാപാത്രത്തിലൂടെയാണ് സിനിമ നമ്മൾ അനുഭവിപ്പിക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എഡിറ്റിങ്ങിനോടൊപ്പം സിനിമാട്രഫിക്കൊപ്പം ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് മ്യൂസിക്കിലാണ്. അത് ഞാൻ പറഞ്ഞില്ല, പടത്തിന്റെ പേസ് മാറുമ്പോൾ മ്യൂസിക്കിന്റെ പേസ് മാറും. പടത്തിന്റെ ഇമോഷൻ രംഗങ്ങൾ വരുമ്പം മ്യൂസിക്, എനിക്കറിയില്ല, അത് എല്ലാം പെർഫെക്റ്റ്ലി ബ്ലെൻഡാണ് സിനിമയിൽ. എനിക്കൊന്ന് നല്ല ഒരു ഭയങ്കര അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത നല്ലൊരു ഡയറക്ഷൻ ടീമിന്റെ വർക്കാണ് ശരിക്കും ഈ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മ്യൂസിക് സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ അടിപൊളിയായിരുന്നു സിനിമ. എന്തായാലും നമുക്കിപ്പം തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മളെ എലിവേറ്റ് ചെയ്യുന്ന സീനുകൾ എലിവേറ്റ് ചെയ്യാനായിട്ടും നമ്മളെ ഡൗൺ ആക്കുന്ന സീനുകൾ ഡൗൺ ആക്കുന്ന രീതിയിലേക്കും നല്ല രീതിയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് മ്യൂസിക് സൈഡ്. പെർഫോമൻസിനെ പറ്റി പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. രൺവീർ സിംഗ് പുള്ളിയുടെ ഫൈറ്റ് സീനുകൾ തൊട്ട് പുള്ളിയുടെ ഇമോഷൻ, എൻ്റെ ദൈവം എന്തൊരു പെർഫോമൻസ് ആണ് മനുഷ്യൻ. ഞാൻ ഇപ്പം ചില ഇമോഷൻ രംഗങ്ങളിലൊക്കെ ഇതിനകത്ത് പുള്ളിയുടെ ഭയങ്കര ഇവർ പ്ലാൻ ചെയ്തിട്ട് ഭയങ്കര അറിഞ്ഞോ അറിയാതെ ഒരു കൊലപാതകം പുള്ളി സിനിമ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി നടന്നു വരുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൽ പുള്ളിയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്. പുള്ളി ഒരുപാട് സാധനങ്ങൾ പുള്ളിയുടെ മുഖത്ത് നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. പുള്ളി ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സിനിമയിൽ. പുള്ളി അതിനകത്ത് എന്തും ആയിക്കോട്ടെ, പുള്ളിയുടെ പാസ്റ്റ്, പ്രസന്റ്, പുള്ളിയുടെ ഫൈറ്റ് സീനുകൾ, പുള്ളി ചെയ്യുന്ന എല്ലാ പരിപാടിയും പുള്ളി പൊളിച്ച് തകർത്തിട്ടുണ്ട്. പെർഫോമൻസ് സൈഡിൽ രൺവീർ സിംഗ് അടിപൊളിയാണ്. അതുപോലെ ഈ പടത്തിൽ പെർഫോം ചെയ്യുന്ന എല്ലാവരും, സഞ്ജയ് ദത്ത് ആയിക്കോട്ടെ, ഇപ്പം അത് വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നായികയായിക്കോട്ടെ, എല്ലാ ആൾക്കാരും അടിപൊളിയായിരുന്നു. ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റില് നമ്മുടെ കൊല്ലപ്പെടുന്ന ആളുണ്ടല്ലോ, പുള്ളിയൊക്കെ എന്ത് പെർഫോമൻസ് ആണ് സിനിമ കാണിച്ചത്. എല്ലാവരും പെർഫോമൻസ് ഒന്നടങ്കം, അതായത് എല്ലാ മേഖലയിലും ഈ സിനിമ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിലും ഈ സിനിമ അത്യുഗ്രം പെർഫോമൻസ് ആണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു സിനിമ, എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു 400-500 കോടിയും കണ്ട് 280 to 400-500 കോടിയും കണ്ടാണ് ഇതിന്. ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ ഇതിന്റെ ഒരു എക്സ്പെക്റ്റഡ് ബഡ്ജറ്റ്. അപ്പം ഇത്രയും ബഡ്ജറ്റുള്ളൊരു സിനിമ, ഇത്ര 8 മണിക്കൂർ നമ്മൾ ഔട്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ സിനിമ ഷൂട്ട് ചെയ്ത് എത്ര മണിക്കൂറായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും മേ ബി ഈ സിനിമ തീർത്ത്. അപ്പം ഇത്രയും നാള് ഈ സിനിമയെ കോർഡിനേറ്റ് ചെയ്ത ഡയറക്ഷൻ ടീമും ഡയറക്ടറും, അവരാണ് ശരിക്കും ഈ സിനിമയുടെ കോർ എലമെന്റ്സ് എന്ന് പറയുന്നത്. കാരണം ഈ പടത്തിൽ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ എല്ലാം അതിന്റെ ബഡ്ജറ്റ് ആണെങ്കിലും എന്തൊക്കെ വേണോ അതെല്ലാം കൃത്യമായ രീതിയിൽ സ്പെൻഡ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും അടിപൊളിയായിട്ടൊരു സിനിമ എടുത്തു വെച്ചാൽ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഡയറക്ഷൻ സൈഡും വളരെയധികം പ്രശംസ ഇറക്കുന്ന ഒരു വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും സിനിമ. ആസ് ആൻ ആർട്ട് ഫോം ഒരു രക്ഷയില്ല സിനിമ. അപ്പം നമ്മൾ ഫസ്റ്റ് പോലെ തന്നെ ഫസ്റ്റിനെ കഴിഞ്ഞ് ഒരു പിടി മേളിൽ നമ്മളെ തിയേറ്ററിൽ ഒരു പ്രത്യേക അനുഭവം തരാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് ദുരന്തർ 2.
സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഡയറക്ഷൻ സൈഡിലേക്ക് വരുമ്പോൾ അവരെടുത്തേക്കെന്ന് വെച്ചാൽ തീരുമാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു സീൻ ഞാൻ പറയാം. ഫസ്റ്റിനകത്ത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. ഫസ്റ്റിനകത്ത് ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് പുള്ളി മറ്റേ ചായക്കടക്കാരനായിട്ടുള്ള ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ രാത്രി സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അത് ഒരു 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 പാലത്തിൽ വെച്ചിട്ട് ഒരു കടലിന്റെ സൈഡിലങ്ങാണ്ട് വെച്ച് അവർ സംസാരിക്കുന്നത്. അപ്പം സിനിമയിൽ ഈ കഥാപാത്രം ഭയങ്കര ടെൻഷനായിട്ട്, അതായത് സ്വന്തം രാജ്യത്തൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ട് കുറെ പേരെ കൊന്നിരിക്കുക. അപ്പൊ ഈ അവസ്ഥയിൽ രാജസ്നേഹിയായിട്ടുള്ള നമ്മുടെ നായകൻ അനുഭവിക്കുന്ന ഒരു കലുഷിതാവസ്ഥയുണ്ട്. ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാലത്തിൽ കടല് ആർത്തിരമ്പുന്ന ഒരു സീനിൽ, നിങ്ങൾ ഓർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു പാലത്തിൽ ഇവർ നിൽക്കുകയാണ്. അപ്പൊ സൈഡിൽ കൂടെ കടലിന്റെ തിരമാല ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കയറുക. അത് എന്നെ സംബന്ധിച്ചോളം കഥാപാത്രത്തിന്റെ പെർഫോമൻസിനൊക്കെ ഞാൻ അപ്പുറമായിട്ട് ഈ കഥാപാത്രത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, അയാളുടെ മനസ്സ് എത്രത്തോളം കലുഷിതമാണെന്ന് കാണിക്കാനായിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ ലൊക്കേഷനും അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനുമാണ്. എനിക്കതാണ് ഈ സിനിമയിൽ ഇങ്ങനെ പല പല സീനുകളിലും നമ്മൾ ഭയങ്കരമായ രീതിയിൽ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് സിനിമയിൽ ഒരു ആർട്ട് ഫോം എന്ന നിലയിൽ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്താണ് എനിക്ക് ഫീൽ ചെയ്യും സിനിമ കണ്ടപ്പം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഫെസ്റ്റിവൽ സീസണിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ കണ്ടിട്ട്, അതായത് ദുരന്തർ ഫസ്റ്റ് കണ്ട ആൾക്കാർക്ക് അതിലൊരു പടി മുകളിൽ, അതായത് ഒരു പടി മുകളിൽ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഈ നമ്മുടെ പ്രോട്ടോകോൾസായിട്ടുള്ള കഥാപാത്രം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് എനിക്ക് പടത്തിൽ ഫീൽ ചെയ്തില്ല. കാരണം കുറച്ചുകൂടി ഈസി ആയിട്ട് ഇയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ സെക്കൻഡിൽ ഇയാളെ പെട്ടുപോകുന്ന ചില രംഗങ്ങളൂടെ വന്നിട്ടുണ്ട്. അതായത് ടോട്ടലി ഇയാൾ ഒരു എന്താ പറയുക, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഈ സിനിമയിൽ വരുന്നുണ്ട്. അത് ക്യാരക്ടറിനെ കുറച്ച് വീക്കാക്കി കാണിക്കുന്നുണ്ട്. അതാണ് എനിക്ക് സിനിമയിൽ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു കഥാപാത്രവും പൂർണ്ണരല്ല, അവർ പൂർണ്ണ ശക്തരല്ലല്ലോ. ഇപ്പൊ സൂപ്പർമാനെ പോലെ അല്ലല്ലോ എല്ലാവരും. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടെ കുറവുകളും ഉണ്ട്. അത് ഈ സെക്കൻഡിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഒരുപടി ഫസ്റ്റിനെ കഴിഞ്ഞ് ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന അടിപൊളി ഫസ്റ്റിനെ കഴിഞ്ഞിട്ട് ഫസ്റ്റിന്റെ മേളിൽ നമുക്ക് നിൽക്കുന്ന ഒരു അനുഭവം തരുന്ന ഒരു സിനിമയാണ് ദുരന്തർ 2. പറ്റുവാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കണം. കാരണം നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. പറ്റുമെങ്കിൽ 4K ഉള്ള നല്ല സൗണ്ടൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കാണുക. സബ്ടൈറ്റിലുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഡബ്ബൊന്നും ഇല്ലെങ്കിലും, ഇന്നലെ കണ്ടപ്പോൾ ഡബ്ബൊന്നുമില്ല, ഹിന്ദി തന്നെ പടം കണ്ടത്. പക്ഷെ സബ്ടൈറ്റിൽ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അടിപൊളിയായിട്ട് എല്ലാവരും സിനിമ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയെ പറ്റിയിട്ടും സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.